ഹായ് ഓൾ. ഇന്ന് ഞാൻ അമ്മമാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയം തൊട്ടുള്ളൊരു മെയിൻ പ്രശ്നമാണ് പെയിൻ ശല്യം. ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ ചീകി കൊടുക്കുമായിരുന്നു പെയിൻ ചീർപ്പ് വെച്ചിട്ട്. അന്നേരം കുറച്ച് കുറയും, പിന്നെ വീണ്ടും ഇതുതന്നെയായിരുന്നു പണി. അങ്ങനെ കുറേ ഹോം റെമഡീസ് ട്രൈ ചെയ്തു. പിന്നെ ഫേമസ് ബ്രാൻഡിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ നോക്കി അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഒരു ശാശ്വതമായ പരിഹാരമായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഇത് ഓരോ ബ്രാൻഡ് നോക്കുന്ന കൂട്ടത്തിൽ ഞാൻ കോക്കോ റൂട്ട്സിൻ്റെ ലൈസ് കൺട്രോൾ ഹെയർ ഓയിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു. ഇത് സെക്കൻഡ് ടൈം യൂസ് ചെയ്യുമ്പോഴുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ദിവസം പേൻ വാരുമ്പോൾ ഒരു 100 പേൻ വരെ കിട്ടാറുണ്ട്. നമ്മൾ ഈര് ചീർപ്പ് വെച്ച് വാരിയാലും അങ്ങനെ ഈര് കംപ്ലീറ്റ്ലി പോവാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാനങ്ങനെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. കുറേ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഇതുപോലെ മുന്നേയും കുറേ ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഇതും ട്രൈ ചെയ്തത്. പക്ഷേ ശരിക്കും പറയാലോ, ഒറ്റ യൂസിൽ തന്നെ കംപ്ലീറ്റ് പെയിനും പോയിട്ടുണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റാണ് ഇത്. കോക്കോ റൂട്ട്സ് ഓർഗാനിക്സിൻ്റെ ലൈസ് കൺട്രോൾ ഓയിലാണ് ഇത്. ആക്ച്വലി ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഓയിൽ തേക്കുന്ന പോലെ തന്നെ സ്കാൽപ്പിലും പിന്നെ ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ക്ലെൻസർ വെച്ചിട്ട് വാഷ് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഞാൻ സാധാരണ ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് കഴുകിക്കളയാണ് ചെയ്തത്. എന്നിട്ട് അവർ തന്നെ ഒരു പെയിൻ ചീർപ്പ് ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാം ചീകിക്കളയാണ് വേണ്ടത്. സോ ഇത് ഞാനിപ്പോൾ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം നമുക്കറിയാമല്ലോ, പെയിനും ഈരൊക്കെ ഉള്ള ഭാഗം നോക്കി നോക്കി നന്നായിട്ട് എല്ലാ സൈഡിലും ആവുന്ന വിധത്തിൽ അപ്ലൈ ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഹെയറിൽ നന്നായിട്ട് ആ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കെട്ടി വെക്കുവാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് കഴുകിക്കളയാം. ഇപ്പം ഞാൻ കഴുകിക്കളയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ സാധാരണ തല കഴുകുന്ന പോലെ നന്നായിട്ട് കഴുകിയാൽ മതി. ഷാമ്പു ഇട്ട് കഴുകി കളഞ്ഞതിന് ശേഷം നല്ല ടവൽ വെച്ചിട്ട് നന്നായിട്ട് ഹെയർ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ ചീർപ്പ് വെച്ചിട്ട് ചീകിക്കളയാണ് വേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ കോക്കോ റൂട്ട്സിൻ്റെ തന്നെ ആ ചീർപ്പ്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ചീകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് യൂസാണിത്. അപ്പോൾ ഇപ്പോഴുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തലയിൽ പെയിൻ ഇല്ല. പക്ഷേ ഇതിനെനിക്കൊരു പ്രോബ്ലം എന്നല്ല, ഒരു കാര്യം തോന്നിയത്, ഇതിൽ ഈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത ഈര് മുടിയിൽ കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം പിന്നെ അത് പെയിനാവുന്നില്ല. മുന്നേയൊക്കെ ഈരുണ്ടെങ്കിൽ അത് ഈര് പൊട്ടി പെയിനാവുന്ന ഒരു ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്കോ റൂട്ട്സിൻ്റെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതിന് ശേഷം അന്നേരം വാരുന്ന ടൈമിൽ പെയിനും ഈരൊക്കെ നന്നായിട്ട് ചീർപ്പിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും വാരുമ്പോൾ ഒന്നുമില്ല, ശരിക്കും ചീർപ്പിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷേ മുടിയിൽ കുറേ ഇങ്ങനെ ഒരു ഡെഡായ ഈരിനെ കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അത് കാണുമ്പോൾ ഒരു ഇതൊന്നുമല്ലാതെ അതിനെക്കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. പെയിന് കംപ്ലീറ്റ്ലി ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ ആ വീഡിയോ അത്രയും നല്ലൊരു റിവ്യൂ ആയതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈം അത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപാട് ബ്രാൻഡ് യൂസ് ചെയ്തിട്ടും ഒരുപാട് റിവ്യൂസ് കണ്ട് നോക്കിയിട്ടും എനിക്ക് ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം, ഇതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാവുന്നതാണ്. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സോ എല്ലാവരും നോക്കിയിട്ട് വാങ്ങിക്കുക. ലാസ്റ്റ് ഏപ്രിലായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അന്നേരം 375 ആയിരുന്നു ലൈസ് കൺട്രോൾ ഓയിലിനുണ്ടായിരുന്നത്. പിന്നെ കോമ്പിൻ്റെ പ്രൈസ് മൾട്ടിപ്പിൾ ടൈപ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 100 ഓൺവേർഡ്സ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കാം.